ജനന ചരിത്രം കൊണ്ട് തന്നെ വിശ്രുതനായ മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ അസാമാന്യ വ്യക്തിത്വം വിശേഷണങ്ങൾക്കുമപ്പുറം വിസ്മയഭരിതമാണ്. കവരത്തി ദ്വീപിലെ അഹ്മദ് വലിയുള്ള റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹ ദമ്പതികളുടെ അരുമ സന്താനമായി ഹിജ്റ വർഷം 1284 റജബ് 27 വെള്ളിയാഴ്ച രാവിലാണ് ആ പൂർണേന്ദു പിറവികൊണ്ടത്. തിരുജനനത്തിനു പിന്നിലെ ചരിത്രം ഇങ്ങനെയാണ്. മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മീയ സരണിയിലെ വഴികാട്ടികളിൽ പ്രധാനിയും ഖാദിരിയ റിഫാഇയ്യ തുരീഖത്തുകളിലെ പ്രമുഖ ഷെയ്ഖുമായ കവരത്തിയിലെ കുളിക്കര മറുപട്ടു കിടക്കുന്ന ഷെയ്ഖ് സയ്യിദ് യൂസുഫ് റബ്ബാനി തങ്ങളുടെ പിതാമഹൻ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കണ്ണൂരിൽ നിന്നും കവരത്തി ദ്വീപിലെത്തിയവരാണ്. കർണാടകയിലെ ആങ്കോലയിലാണ് ഖാസിം വലിയുള്ള റളിയല്ലാഹു അൻഹു ജനിച്ചത്. പിന്നീട് കണ്ണൂരിലെത്തുകയും അറക്കൽ അലിരാജയുടെ അഭ്യർത്ഥന പ്രകാരം രാജകൊട്ടാരത്തിനരികിലെ പാലമേടം എന്ന ഭവനത്തിൽ താമസമാക്കുകയും ചെയ്തു. അറക്കൽ രാജഭരണത്തിനു കീഴിലായിരുന്നു അന്ന് ലക്ഷദ്വീപുകൾ. തന്നിമിത്തം ധാരാളം ദ്വീപുകാർ കണ്ണൂരിലെത്താറുണ്ടായിരുന്നു. അവർ ഖാസിം വലിയുല്ലാഹിയെ സന്ദർശിച്ച് അനുഗ്രഹം തേടുക പതിവായി തീർന്നു. ധാർമ്മിക മേഖലയിൽ അവർക്ക് നേതൃത്വം നൽകാൻ ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ താൽപ്പര്യം ജനിപ്പിച്ചു. അറക്കൽ രാജാവിൻ്റെ ആഗ്രഹവും അപ്രകാരമായിരുന്നു. രാജാവിൻ്റെ അപേക്ഷയും ദ്വീപുകാരുടെ ആവർത്തിച്ചുള്ള ക്ഷണവും മാനിച്ച് മഹാനവറുകൾ ആദ്യം കൽപ്പേനിയിലും പിന്നീട് കവരത്തിയിലും എത്തിച്ചേർന്നു. മറ്റു ദ്വീപുകളും സന്ദർശിച്ചിരുന്നുവെങ്കിലും കവരത്തിയിൽ തിരിച്ചെത്തുകയും പ്രസിദ്ധമായ ഹുജറ പള്ളിയുടെ ചാരെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ദ്വീപിലെത്തുന്ന കാലത്ത് കവരത്തിയിൽ ജീവിച്ചിരുന്ന മഹാനാണ് ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു. കണ്ണൂർ സിറ്റിയിലാണ് മക്ബറ. ഈ രണ്ട് മഹാത്മാക്കളും കവരത്തിയിലെ സൽമ എന്ന മഹദിയുടെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടി. കൂടെ യഹൂദ എന്ന പേരുള്ള ഒരു മുരീദുമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനപ്രകാരം മുഹമ്മദ് ഖാസിം വലിയുള്ള റളിയല്ലാഹു അൻഹു കവരത്തിയിലും സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ണൂരിലുമാണ് ആത്മീയ ജീവിതം തുടരുകയെന്ന് മനസ്സിലാക്കിയ യഹൂദ പ്രസ്തുത കാര്യം ഖാസിം വലിയുള്ള റളിയല്ലാഹു അൻഹുവിനോട് തിരക്കി. മഹാനവറുകൾ അത് സമ്മതിച്ചു. അപ്പോൾ മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ നാട്ടിൽ ജീവിച്ചവനാണ്. അതിനാൽ ഒരു സ്വാലിഹായ സന്താനം എനിക്കിവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ ആ കുട്ടിയെ താങ്കൾ സൽമാക്ക് നൽകുക. ഖാസിം വലിയുള്ള പ്രതിവചിച്ചു. ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു സൽമയെ അരികിൽ വിളിച്ച് അവരുടെ വായ തുറക്കാൻ ആവശ്യപ്പെടുകയും അതിൽ തുപ്പിക്കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, നിന്റെ 5ാമത്തെ തലമുറയിൽ ഒരാൺകുഞ്ഞ് പിറക്കും. അവന് എൻ്റെ പേര് കൊണ്ട് പേർ വിളിക്കുക. ഷെയ്ഖ് അവറുകളുടെ പ്രവചനം പകൽ പോലെ പുലർന്നു. 5ാം തലമുറയിൽ ഒരാൺകുഞ്ഞ് പിറക്കുകയും മാതാപിതാക്കൾ കുട്ടിക്ക് പ്രസ്തുത നാമം നൽകുകയും ചെയ്തു. ഈ സംഭവം ദ്വീപിലും മൗല റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന നാടുകളിലും ഇന്നും പറഞ്ഞു വരുന്നതും മഹാനവറുകളുടെ മൗലിദ് കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ ബുഖാരി കബീലയിൽപ്പെട്ടവരല്ലാതിരുന്നിട്ടും പതിറ്റാണ്ടുകളായി ആ മഹത് നാമത്തിനൊപ്പം സയ്യിദ്, ബുഖാരി എന്നീ വിശേഷണങ്ങൾ ചേർത്തു പറഞ്ഞു വരുന്നതും ഈ ആത്മീയ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടാണ്. ചെറുപ്രായത്തിലെ അലൗകിക പ്രണയത്തിൻ്റെ പീയൂഷം പാനം ചെയ്ത് ആത്മീയദാഹം തീർക്കാൻ വെമ്പൽ കൊണ്ട നിതാന്ത പരിശ്രമിയുടെ ത്യാഗസുരഭില ജീവിതമായിരുന്നു മൗല നയിച്ചിരുന്നത്. ഖുർആൻ മുഴുവൻ ചെറുപ്രായത്തിലെ ഹൃദ്യസ്ഥമായിരുന്നു. വിജ്ഞാനത്തിൻ്റെ വിവിധ ഫന്നുകളിൽ അവഗാഹം നേടിയ മൗല റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തേക്കുള്ള തൻ്റെ പ്രയാണ വഴിയിൽ മാർഗദർശിയായി സയ്യിദ് യൂസുഫ് റബ്ബാനി റളിയല്ലാഹു അൻഹു തങ്ങളെ സ്വീകരിച്ചു. സൂഫിസത്തിൻ്റെ സാഗര തീരങ്ങളിൽ പരമസാത്വികനായ സാഹിദായി വളർന്ന മൗല റളിയല്ലാഹു അൻഹു ഒരു സൂര്യനായി ചക്രവാള സീമകൾ ഭേദിച്ചുയർന്നു പൊങ്ങുകയും സമകാലികരായ മഹത്തുക്കളുടെയെല്ലാം മീതെ ചെന്നെത്തി നിൽക്കുകയും ചെയ്തു. ഉന്നതമായി ചിന്തിക്കുകയും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും ചെയ്ത ആ ത്രികാലജ്ഞാനി ഭൗതിക ലോകത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്തെ അതിവിസ്മയമായിരുന്നു. ആത്മീയതയുടെ ഉന്നത സോപാനങ്ങൾ കീഴടക്കുമ്പോൾ തന്നെ ചുറ്റി നിൽക്കുന്ന ഭൗതിക ലോകത്തിൻ്റെ വ്യാകുലതയും വേദനകളും മൗല റളിയല്ലാഹു അൻഹു കണ്ടില്ലെന്ന് നടിച്ചില്ല. കാരുണ്യ കേദാരമായിരുന്നു ആ അദൃശ്യലോകത്തെ ഛത്രപതി. അവശരർ കാലംഭവും അശരണർ കത്താണിയുമായി സമൂഹത്തിൻ്റെ ആവലാദികളും വേവലാദികളും ഇറക്കിവെക്കാനുള്ള ആശ്വാസകേന്ദ്രമായിരുന്നു മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധി. വർഷക്കാലത്തെ വറുതിയിൽ ദാരിദ്ര്യത്തിൻ്റെ പിടിയിലമരുന്ന ദ്വീപ് ജനതയുടെ അടുപ്പിൽ തീപുകഞ്ഞിരുന്നത് പലപ്പോഴും
മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ കൃപാകടാക്ഷം കൊണ്ടായിരുന്നു. വൻകരയിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്നും മറ്റും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്ത ക്ഷാമകാലത്ത് മൗല റളിയല്ലാഹു അൻഹു അനുചരരുമൊത്ത് ദഫ്ഫുമുട്ടി റാത്തീബ് നടത്തി ദ്വീപിലൂടെ സഞ്ചരിക്കും. കൂടെ ഭക്ഷ്യധാന്യങ്ങളും കരുതും. കഷ്ടതയനുഭവിക്കുന്നവർക്കിടയിൽ അത് വിതരണം ചെയ്യും. മാറാവ്യാധികളോ പ്രകൃതിക്ഷോഭങ്ങളോ ഉണ്ടായാലും മൗല റളിയല്ലാഹു അൻഹു ഇപ്രകാരം റാത്തീബ് നടത്തി അവയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാറുണ്ടായിരുന്നു. മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ ആഭിജാത്യത്തോടെയുള്ള നടത്തവും ഗാംഭീര്യം സ്ഫുരിക്കുന്ന വദനാംബുജവും ചൈതന്യപൂർണ്ണ നയനങ്ങളും കുലീനവും ലാളിത്യവും തുളുമ്പി നിൽക്കുന്ന പെരുമാറ്റവും ജനങ്ങളുടെ ഹൃദയങ്ങളെ ഈമാനികാവേശത്തിലേക്ക് നയിക്കാൻ പോന്നതായിരുന്നു. പ്രൗഢഗംഭീരമായ ആ സാന്നിധ്യം തന്നെ അവർക്ക് ആശ്വാസവും സന്തോഷവും പകർന്നു നൽകി. ഒരിക്കൽ മൗലയുടെ മുരീദത്തായ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തുപോയി അരി വാങ്ങിക്കുവാൻ അപേക്ഷിച്ചു. കടുത്ത പട്ടിണിയിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഒന്നും നൽകാനില്ലാതെ വിഷമിക്കുകയായിരുന്നു അവർ. മൗല റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് വേണ്ടത്ര ആദരവ് മനസ്സിലില്ലായിരുന്ന ആ അല്പജ്ഞാനി ആദ്യം മടിച്ചെങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തിരുസന്നിധിയിലെത്തി. കുറേ സമയം ചുറ്റിപ്പറ്റി നിന്നെങ്കിലും മൗല റളിയല്ലാഹു അൻഹു അവനെ ഗൗനിക്കുകയോ ആഗമനോദ്ദേശ്യം ചോദിച്ചറിയുകയോ ചെയ്തില്ല. കാത്തുനിന്ന് മടുത്ത അയാൾ ദേഷ്യപ്പെട്ട് തിരിച്ചുപോയി. വീട്ടിലെത്തി ഭാര്യയുമായി വഴക്കിടാനൊരുങ്ങുമ്പോൾ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു, നിങ്ങൾ കൈകഴുകി വരൂ, ഞാൻ ഭക്ഷണം വിളമ്പട്ടെ. അകത്ത് കയറി ചെന്ന അയാൾ കണ്ടത് കുട്ടികളെല്ലാം ഭക്ഷണം കഴിച്ചിരിക്കുന്നു. തനിക്കും ഭാര്യയ്ക്കുമുള്ളത് പാത്രത്തിൽ ബാക്കിയിരിക്കുന്നുണ്ട്. അത്ഭുത പരതന്ത്രനായി അയാൾ ഭാര്യയോട് കാര്യം തിരക്കി. നിങ്ങളിവിടെ നിന്നും പുറപ്പെട്ട ഉടനെ തന്നെ മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിൽ നിന്ന് അരിയുമായി ഒരാളിവിടെ വന്നിരുന്നു എന്ന് ഭാര്യ മറുപടി പറഞ്ഞു. പശ്ചാത്താപവിവശനായി അയാൾ മൗലയെ സമീപിക്കുകയും മാപ്പിനപേക്ഷിക്കുകയും ചെയ്തു. കഷ്ടതയും ദുരിതവും അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായിരുന്നു മൗല റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഔന്നിത്യം വ്യക്തമാക്കുന്ന ഒട്ടനേകം സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കണ്ണുരോഗം ബാധിച്ച് ഒരുപാട് ചികിത്സകൾ നടത്തി പരാജയപ്പെട്ട് നിരാശനായി കഴിഞ്ഞിരുന്ന ഒരാൾ മൗലയുടെ അടുത്തെത്തി. ആ തൃപ്പാദങ്ങളിൽ വീണ് കരയുകയും രോഗശമനത്തിനു വേണ്ടി യാചിക്കുകയും ചെയ്തു. മൗല റളിയല്ലാഹു അൻഹു അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പരിശുദ്ധമായ വലതുകൈ കൊണ്ട് ഇരു കണ്ണുകളും തടവി. നിമിഷാർദ്ധങ്ങളുടെ താമസം പോലുമില്ലാതെ അത്ഭുതകരമായി രോഗം സുഖപ്പെട്ട് കണ്ണുകൾ പൂർവ്വസ്ഥിതിയിലായി. ഒരിക്കൽ കടമത്ത് ദ്വീപുകാരനായ ആലി ഹാജിയുടെ വീട്ടിൽ യൂസുഫ് റബ്ബാനി തങ്ങളും മൗല റളിയല്ലാഹു അൻഹുവും ഒരുമിച്ചുകൂടി. ഹാജി അവർകൾ റബ്ബാനി തങ്ങളുടെ മുരീദായിരുന്നു. തൻ്റെ മകൻ്റെ വിട്ടുമാറാത്ത ഏങ്ങൽ ചുമയെക്കുറിച്ച് ഹാജിയാർ യൂസുഫ് റബ്ബാനി റളിയല്ലാഹു അൻഹു തങ്ങളോട് സങ്കടം പറഞ്ഞു. സുഖക്കേടുകളെല്ലാം മുഹമ്മദിനോട് പറയുക എന്നായിരുന്നു അതിന് തങ്ങളുടെ പ്രതികരണം. ഹാജിയാർ മൗല റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് വിവരം ബോധിപ്പിച്ചു. മൗല ഒരു ഇളനീർ കൊണ്ടുവരാൻ കൽപ്പിച്ചു. കൊണ്ടുവന്ന ഇളനീരിലെ വെള്ളം മുഴുവൻ മൗല റളിയല്ലാഹു അൻഹു കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ കഴമ്പ് കുട്ടിക്ക് നൽകൂ. സാധാരണ ഏങ്ങൽ ചുമയുള്ളവർക്ക് പാടെ നിഷിദ്ധമായി കണ്ടുവന്നിരുന്നതാണ് ഇളനീർ കഴമ്പ്. പക്ഷേ മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കാൻ അവർ തുനിഞ്ഞില്ല. കുട്ടിക്ക് അത് നൽകി. രോഗം പൂർണ്ണമായും സുഖമാവുക മാത്രമല്ല, പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രസ്തുത രോഗം കുട്ടിയെ ബാധിച്ചില്ല. കവരത്തി ദ്വീപിലെ ഉള്ളിക്കാനപ്പുരയിലെ ഒരു മുരീദ് തൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിക്ക് തീരെ ചലനശേഷിയോ സംസാരശേഷിയോ ഇല്ലാത്ത വിവരം വളരെ വ്യസനപൂർവ്വം മൗല റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഞാൻ തീ കത്തിക്കട്ടെ, നീ കുഞ്ഞിനെ എടുത്തു വരൂ, മൗല പ്രതിവചിച്ചു. മുരീദ് മൗല റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ തീക്കുണ്ടിനടുത്തെത്തി. ഒരു ഭാഗത്ത് മൗല റളിയല്ലാഹു അൻഹുവും മറുഭാഗത്ത് കുട്ടിയുമായി മുരീദും നിലകൊണ്ടു. അപ്പോൾ മൗല റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു, കുട്ടിയെ തീക്ക് മുകളിലൂടെ എൻ്റെ കൈകളിലേക്ക് ഇട്ടു തരിക. മുരീദ് പരിഭ്രമിച്ചെങ്കിലും മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ ആജ്ഞാശക്തിക്ക് മുന്നിൽ അയാൾ പറഞ്ഞ പ്രകാരം ചെയ്തു. മൗല റളിയല്ലാഹു അൻഹു രണ്ട് കൈയും കൊണ്ട് കുട്ടിയെ പിടിച്ചു. അതോടെ കുട്ടി സാധാരണ നിലയിലാവുകയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുകയും ചെയ്തു. മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ ഷെയ്ഖ് യൂസുഫ് റബ്ബാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മകൻ സയ്യിദ് മുഹമ്മദ് മൗല തങ്ങൾക്ക് കവരത്തിയിലേക്ക് യാത്ര പോവേണ്ടിയിരുന്ന ഓടത്തിന് തുറമുഖം വിടാനുള്ള അനുമതി നൽകാൻ പോർട്ട് അധികാരി തയ്യാറായില്ല. അഗത്തി ദ്വീപിലായിരുന്നു മൗല റളിയല്ലാഹു അൻഹു. ജ്ഞാനദൃഷ്ടിയിൽ വിവരമറിഞ്ഞു. സമീപത്തുള്ള ഒരു തെങ്ങിൻ പേരിൽ ചവിട്ടിപ്പിടിച്ച് ഈ സമയം അധികാരി തൻ്റെ കാറിൽ യാത്രക്കൊരുങ്ങുകയായിരുന്നു. പക്ഷേ കാർ സ്റ്റാർട്ടാവുകയോ നിന്നിടത്ത് നിന്ന് ഒന്നനക്കാൻ പോലും സാധിക്കുകയോ ചെയ്തില്ല.
ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം പരാജയപ്പെട്ടു. ഈ സമയത്ത് ദ്വീപ് നിവാസികളിൽ ഒരാൾ മൗല റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ചും തങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അധികാരി ഓടത്തിന് പെർമിറ്റ് നൽകുകയും താൻ അകപ്പെട്ട പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഒരിക്കൽ മൗല റളിയല്ലാഹു അൻഹു ജുമുഅത്ത് പള്ളിയിലെത്തി. അവിടെ ദർസ് നടത്തിക്കൊണ്ടിരുന്ന മുദരിസിനോടും ശിഷ്യന്മാരോടും വിളിച്ചു പറഞ്ഞു, പള്ളിയിലുള്ളവരെ, നിങ്ങൾ സന്തോഷിക്കുക. എൻ്റെ അടുക്കൽ അധികാരവും ഖിലാഫത്തും നേടിയെടുക്കാൻ പ്രാപ്തനായൊരു സൽസന്താനമുണ്ട്. നിങ്ങളിൽ ആരാണ് അവനെ എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത്? മുദരിസ് ഉടനെ പ്രത്യുത്തരം നൽകി, യാ മൗല, ഞാൻ തേടുന്നു. ഒരു ശിഷ്യനും അപ്രകാരം തന്നെ പ്രതിവചിച്ചു. അവരുടെ മറുപടി ശ്രവിച്ച മൗല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളിൽ ഞാൻ അതിനുള്ള അർഹത കാണുന്നില്ല. എൻ്റെ ഷെയ്ഖിൻ്റെ മകൻ മുഹമ്മദ് ബിൻ യൂസുഫ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ആ സന്താനത്തെ നൽകുകയാണ്. ഇന്നത്തെ രാത്രിയിൽ അവർ തൻ്റെ ഉപ്പയുടെ മുതുകിൽ നിന്നും ഉമ്മയുടെ ഗർഭാശയത്തിലെത്തിച്ചേരും. അവനെ ഞാൻ യഹ്യ എന്ന് പേർ വിളിച്ചിരിക്കുന്നു. മുദരിസ് പ്രസ്തുത സംഭവം രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം 9 മാസം പിന്നിട്ടപ്പോൾ സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അതീവ സുന്ദരനായ ഒരാൺകുട്ടിക്ക് ജന്മം നൽകി. മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവചനപ്രകാരം കുട്ടിക്ക് യഹ്യ എന്ന് നാമകരണം ചെയ്തു. ആ കുഞ്ഞ് അസാമാന്യ ബുദ്ധിശാലിയും യോഗ്യനും ജ്ഞാനിയുമായി വളർന്നു. 11-ാം വയസ്സിൽ തന്നെ കവരത്തിയിൽ അധികാരത്തിലെത്തുകയും ചെയ്തു. ഉയർന്ന നീതിബോധവും ഉന്നത സ്വഭാവ വിശേഷണങ്ങളുമുള്ള ഒരു തികഞ്ഞ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ആത്മീയ ലോകത്തെ അധിപതിയായി കാലചക്രം തിരിച്ച സയ്യിദ് മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവർത്തന മേഖല ദ്വീപിൻ്റെ പരിധിക്കുള്ളിൽ പരിമിതമായിരുന്നില്ല. അവാച്യമായ തൗഹീദിൻ്റെ മാധുര്യം പകർന്നു നൽകാനും ആത്മസംസ്കരണത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിടാനും ദ്വീപിൽ നിന്നും വൻകരയിലേക്ക് മൗല റളിയല്ലാഹു അൻഹു യാത്ര തിരിച്ചു. കേരളത്തിലും കർണാടകത്തിലും മറ്റിതര സംസ്ഥാനങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ആത്മീയ ശൃംഖലയിൽപ്പെട്ട മഹത്തുക്കളുടെ മഖ്ബറകൾ സന്ദർശിക്കുകയും ലക്ഷക്കണക്കിന് ശിഷ്യരെ വാർത്തെടുക്കുകയും ചെയ്തു. ദീർഘമായ തീർത്ഥാടനങ്ങൾ മൗല റളിയല്ലാഹു അൻഹുവിൽ അപാരമായ സിദ്ധി വിശേഷണങ്ങൾ നിറച്ചു. ദർശനം കൊണ്ട് തന്നെ നിർവൃതിയുടെ അമേയ തലങ്ങളിലേക്ക് മുരീദന്മാരെ നയിച്ചിരുന്ന മൗല റളിയല്ലാഹു അൻഹു സൂര്യനു ചുറ്റുമുള്ള താരകോടികൾ അപ്രകാരധാരയിൽ നിന്നും നേടിയെടുത്ത പ്രഭയാൽ തിളങ്ങി നിൽക്കുകയും പതികന് വഴികാണിക്കുകയും ചെയ്യുന്ന പോലെ മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യർ ലോകത്തിൻ്റെ നാനാ കോണുകളിലും പ്രകാശഗോപുരങ്ങളായി പരിലസിച്ചു. യാത്രക്കിടയിൽ ഒരിക്കൽ സുൽത്താനുൽ ഹിന്ദ് ഖാജ മഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ അജ്മീറിലെത്തി. ആ സമയത്ത് ലോക പ്രശസ്ത സൂഫി വര്യൻ നൂറുൽ മശായിഖ് ലമീർ മുഹമ്മദ് ജഹാംഗീർ ഷാ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. ഷെയ്ഖ് അവറുകൾ മൗല റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ച് ഷെയ്ഖ് അവറുകൾക്ക് സമ്മാനിച്ച പ്രത്യേകമായ ഒരു പടത്തിൽ മൗലയെ ഇരുത്തി ആദരിച്ചു. ജലാൽ മസ്താൻ എന്ന് നാമകരണം ചെയ്തു. ഈ നാമത്തിലായിരുന്നു പിന്നീട് മൗല റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. കർണാടകയിലെ മംഗലാപുരമായിരുന്നു വൻകരയിൽ മൗലയുടെ ആധ്യാത്മിക ആസ്ഥാനം. യാത്രകൾക്കിടയിൽ മൗല റളിയല്ലാഹു അൻഹു അവിടെ എത്തി താമസിക്കുക പതിവായിരുന്നു. ഈ കാലയളവിൽ മൗല റളിയല്ലാഹു അൻഹുവിൽ നിന്നും വെളിപ്പെട്ട കറാമത്തുകൾ വിവരണാതീതമാണ്. മംഗലാപുരം നെഹ്റു മൈതാനു സമീപം മറവിട്ട് കിടക്കുന്ന സൈദാന ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വെച്ച് വുളു ചെയ്യാൻ ഒരു ഖാദിം മൗല റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുകയായിരുന്നു. വുളു ചെയ്തുകൊണ്ടിരിക്കെ മൗല റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും താമസിയാതെ കയ്യിൽ ഒരു വാച്ചുമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എല്ലാവരും വിസ്മയഭരിതരായി. നാളുകൾ കഴിഞ്ഞു. മൗലയുടെ ഒരു മുരീദ് ആ വർഷം ഹജ്ജിന് പോയിരുന്നു. അദ്ദേഹം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ മൗലയെ സന്ദർശിക്കാനെത്തി. യാത്രാവിശേഷങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ മുരീദ് വാച്ച് അത്ഭുതകരമാം വിധം കാണാതായ സംഭവവും പറഞ്ഞു. മൗല ചോദിച്ചു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഹളറത്തിൽ വെച്ച് താങ്കൾ എന്താണ് മനസ്സിൽ വിചാരിച്ചത്? എൻ്റെ ഈ അവസ്ഥ മൗല റളിയല്ലാഹു അൻഹു അറിയുന്നെങ്കിൽ ഞാൻ എൻ്റെ വാച്ച് മൗലാക്ക് നൽകുമെന്ന് കരുതിയതായി മുരീദ് മറുപടി പറഞ്ഞു. അപ്പോൾ മൗല പ്രസ്തുത വാച്ചെടുത്ത് ചോദിച്ചു, ഇതാണോ നിൻ്റെ വാച്ച്? അദ്ദേഹം അത്ഭുതസ്തബ്ധനായി. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ വാച്ച് തന്നെയായിരുന്നു അത്. അണ്ടകടാഹങ്ങളെ കൈവെള്ളയിലൊതുക്കി അതിൻ്റെ ചാലകശക്തികളായി വർത്തിക്കുന്ന മശായിഖിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും അഗോചരമായി നിൽക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ലെന്ന് തെളിയിക്കുകയായിരുന്നു മൗല റളിയല്ലാഹു അൻഹു. ലക്ഷക്കണക്കിന് ഔലിയാക്കന്മാരായ മുരീദന്മാരെ വാർത്തെടുത്ത് സംവദിച്ച നിഖില മണ്ഡലങ്ങളിലും വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച മൗല റളിയല്ലാഹു അൻഹു തനിക്ക് മുൻഗാമികൾ കൈമാറിയ ഖിലാഫത്തിൻ്റെ ദീപശിഖ പ്രധാന മുരീദ് ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ തൃക്കരങ്ങളിലേൽപ്പിച്ച് ഹിജ്റ വർഷം
1347 ദുൽഖഅദ 20 ശനിയാഴ്ച ളുഹാ സമയത്ത് നശ്വര ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും മുക്തരായി ആത്മീയ ലോകത്ത് നവജീവിതം തുടങ്ങി.